വിദ്യാഭ്യാസ ലോൺ എടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം എന്നത് വലിയൊരു സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. മക്കളുടെ ഉപരിപഠനത്തിന് ലക്ഷങ്ങളാണ് പല കോഴ്സുകൾക്കും ഫീസായി വരുന്നത്. ട്യൂഷൻ ഫീസുകളും അതിനോടൊപ്പം പഠന സാമഗ്രികളും മറ്റ് ആവശ്യങ്ങളുടെയും ചിലവുകൾ ഇന്ന് കുത്തനെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുക്കാതെ ഉന്നത വിദ്യാഭ്യാസം എന്നത് ഇന്ന് സാധ്യമല്ലാത്ത ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു. എന്നാൽ പലരും ഈ ലോൺ എടുത്തതിന് ശേഷം കൃത്യമായി അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ വലിയ നിയമപ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ്. ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയും വലിയൊരു തുക വിദ്യാഭ്യാസ വായ്പയായി എടുക്കുന്നുണ്ട്. 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും ഒക്കെയാണ് പലിശക്കെടുത്താണ് പലരും കാനഡ, UK വിമാനം കയറുന്നത്. അവിടെ ചെന്നാൽ പാർട്ട് ടൈം ജോലി ചെയ്ത് ലോൺ അടയ്ക്കാം, അല്ലെങ്കിൽ കോഴ്സ് കഴിയുമ്പോൾ വലിയ ശമ്പളത്തിൽ ജോലി കിട്ടും എന്നൊക്കെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പലരും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് വിചാരിച്ച പോലെ ജോലി കിട്ടാതെ വരികയോ വിസയുടെ കാലാവധി കഴിയുകയോ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക മാന്ദ്യം കാരണം ജോലി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ലോൺ തുക അടയ്ക്കാൻ പറ്റാതെ അവർ വല്ലാതെ കഷ്ടപ്പെടും. സമ്മർദ്ദം അനുഭവിച്ച വിദ്യാർത്ഥികൾ അവിടെയും ഇവിടെ നാട്ടിൽ ബാങ്കുകാരുടെ നോട്ടീസ് കണ്ട് ഭയന്ന് മാതാപിതാക്കളും ഉറക്കമില്ലാത്ത രാത്രിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഇന്ന് നമ്മളുടെ നാട്ടിൽ ഒരുപാട് വീടുകളിലുണ്ട്. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും വായ്പ വഴി എടുത്ത തുക തിരിച്ചടയ്ക്കുക എന്നത് പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറിയാലും മറ്റ് കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കാരണം കൊണ്ട് കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടാതെ വരികയോ ചെയ്താൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ബാങ്കിൽ നിന്നുള്ള കോളുകൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ പോകാതെ ഒളിച്ചു നടക്കുക. ഇത് ഒരിക്കലും ശരിയായ നടപടിയല്ല. നിങ്ങളുടെ സാഹചര്യം മോശമാണെങ്കിൽ ജോലി ലഭിക്കാതിരിക്കുകയോ കോഴ്സ് ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്താൽ നിങ്ങൾ നേരെ ബാങ്കിൽ പോയി മാനേജരെ കണ്ട് കൂടുതൽ സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ബാങ്കുകൾക്കും അതിൻ്റെതായ നിയമങ്ങളും ഇളവുകളുമുണ്ട്. കൂടാതെ തിരിച്ചടവ് തുക ചെറിയ ഗഡുക്കളായി പുനർക്രമീകരിക്കാനും ബാങ്കിനോട് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. നമ്മളുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ അവർ നമ്മളെ സഹായിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ബാങ്കിൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു പറയാതെ വായ്പ അടയ്ക്കാതിരുന്നാൽ വിദ്യാർത്ഥികൾക്കും ജാമ്യക്കാരനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ യാതൊരു വിവരവും ലഭിക്കാതെ വരുമ്പോൾ ബാങ്ക് ആദ്യം തന്നെ വായ്പ എടുത്തയാൾക്ക് ഒരു നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് കിട്ടിയിട്ടും നിങ്ങൾ തുക തിരിച്ചടയ്ക്കുകയോ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിങ്ങൾ വായ്പാ കുടിശ്ശിക വരുത്തിയ ആളായി കണ്ട്, അതായത് ഒരു ഡിഫോൾട്ടായി തരംതിരിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ജാമ്യക്കാരിലേക്ക് എത്തും. മിക്കവാറും അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അവർ എത്ര പ്രായമായവരാണെങ്കിലും ജോലിയില്ലാത്തവരാണെങ്കിലും നിയമപരമായി അവർ ഈ തുക അടയ്ക്കാൻ ബാധ്യസ്ഥരാകും. തുടർന്ന് ഈ വലിയ തുക ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കാൻ ബാങ്കിന് സാധിക്കും. അതിനുശേഷവും ഈ തുക അടച്ചില്ലെങ്കിൽ ബാങ്ക് നേരിട്ട് തിരിച്ചു പിടിക്കൽ നടപടിയിലേക്ക് കടക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതും നമ്മൾ ബാങ്കിൽ ഈടായി നൽകിയ ആസ്തികൾ പിടിച്ചെടുക്കുന്നതുമാണ്. പലപ്പോഴും സ്വന്തമായി കിടപ്പാടം മാത്രമുള്ളവരായിരിക്കും ഇത് ബാങ്കിൽ പണയപ്പെടുത്തി മക്കളെ പഠിക്കാൻ വിടുന്നത്. ലോൺ മുടങ്ങുമ്പോൾ ആ വീടും പുരയിടവും ജപ്തി ചെയ്യുന്നവരെ വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വായ്പ എടുത്ത വിദ്യാർത്ഥിയുടെയും ജാമ്യം നിന്നവരുടെയും സിവിൽ സ്കോർ പൂർണ്ണമായും മോശമാകുകയും ചെയ്യും. സിവിൽ സ്കോർ മോശമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭാവിയിൽ മറ്റ് വായ്പകൾ നൽകുവാനുള്ള സാധ്യത അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. നാളെ നിങ്ങൾ സ്വന്തമായി ഒരു വീട് വയ്ക്കാനോ ഒരു വാഹനം വാങ്ങുവാനോ അതുമല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുവാനോ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ലോൺ എടുക്കാൻ ചെന്നാൽ ഒരു ബാങ്കും നിങ്ങൾക്ക് പണം തരില്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ അത് ഇല്ലാതാക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അത് കൃത്യമായി അടച്ചു തീർക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് പോകാൻ ലോൺ എടുക്കുമ്പോൾ അത് അടച്ചു തീർക്കാൻ പറ്റുന്ന തുകയാണോ എന്ന് കൂടി ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും.
ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ ഒരിക്കലും ഒളിച്ചിരിക്കാതെ ബാങ്ക് അധികൃതരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നിയമപരമായ പരിഹാരം. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.